വിളക്ക് മറിച്ചിട്ടിട്ടുണ്ട്. വിളക്ക് മറിച്ചിട്ടുണ്ട്. മിച്ചർ തിന്നേക്കണം. സിഗരറ്റിൻ്റെ കുറ്റി, സിഗരറ്റിൻ്റെ കുറ്റിയാണ്. സിഗരറ്റിൻ്റെ കുറ്റി, മിച്ചർ. ഇവിടെ ഇട്ടിട്ട് പോകാം. എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. ഇത് സ്വാമി അവർ ആര് ചെയ്താലും ഇവിടെ ഈ നാട്ടുകാരുണ്ട് സ്വാമി. സ്വാമി അതൊന്നും എനിക്കത് വേണ്ട മോനെ. ഇത് കണ്ടി ഈ മിച്ചർ ഞാൻ എങ്ങനെ നോക്കിയത്? എന്തായാലും എടുത്തോട്ട്. ഞാൻ എന്ത് രോഗാ ചെയ്ത ഇവിടെ? ഈ എന്ത് ഞാൻ എന്ത് മാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കി ഇവിടെ വെച്ചത്? സ്വാമി കരയണ്ട സ്വാമി, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ നാട്ടില്. സ്വാമി അതൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വാമി ഈ നാടിനെ വന്നിട്ട് നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. സ്വാമി വിളിച്ചപ്പോ നിങ്ങള് കാലത്തിറന്ന് കാത്തിരുന്നത് എന്താണ്? സ്വാമി അതാ ദൈവം ഉണ്ടെങ്കിൽ അത് ചോദിക്കട്ടെ. അതൊക്കെ അവന്മാർ അനുഭവിക്കും, അത്രേ ഉള്ളൂ. ഇല്ല സ്വാമി, ഇത്ര ദിവസം കിടന്നല്ലോ സ്വാമി. സ്വർണ്ണ പൊട്ടുണ്ടോ നോക്കിയത്? സ്വർണ്ണ പൊട്ട് വെച്ചിരുന്നു. അവിടെ ഒന്നും ചെയ്തില്ല. അവിടെ പോകണ്ട.
നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നിങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തുള്ള ദിനേശ്. തൊട്ട് മുന്നിൽ നിങ്ങൾ കണ്ട വിഷ്വൽ കാന്തളൂർ സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദൈവിക പരിവേഷമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ആത്മാർത്ഥമായി പൂജിക്കുന്ന ദേവിയുടെ നെഞ്ചത്തടിച്ച് കരയുന്ന വിഷ്വലാണ്. കാന്തളൂർ സ്വാമി എന്ന് പറയുന്ന ആളും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷ്വൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എനിക്ക് കാന്തളൂർ സ്വാമി എന്ന് പറഞ്ഞ ആളിനെ അറിയാവുന്നത് സുനിൽ, SP സുനിൽ എന്ന പേരിലാണ്. SP സുനിലിനെ ഞാൻ പരിചയപ്പെടുന്നത് 35 വർഷങ്ങൾക്ക് മുമ്പാണ്. മദ്രാസിൽ എഡിറ്റർ G മുരളിച്ചേട്ടൻ്റെ എഡിറ്റിംഗ് റൂമിൽ ഏതോ ഒരു പടത്തിൻ്റെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഫിലിം റോൾ ചുറ്റുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. കക്ഷി തിരുവനന്തപുരത്തുകാരനാണെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ അടുത്തു. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ എന്നാണ്. സുനിലിനോട് കൂടുതൽ സംസാരിച്ച് വന്നപ്പോൾ സുനിലിന് ഒരു സഹോദരിയുണ്ട്, ഒരു അനുജനുണ്ട്. അനുജനെയും നിങ്ങൾക്കറിയാമായിരിക്കും. സുധീർ പരമേശ്വരൻ എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ ആളായിട്ടും സിനിമാ നിരൂപകനായിട്ടും ചലച്ചിത്ര സൊസൈറ്റി പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ തിരുവനന്തപുരത്ത് വളരെ സജീവമായി നിൽക്കുന്ന സുധീർ പരമേശ്വരൻ. സുനിലിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് മലയാളത്തിൽ ആദ്യമായിട്ട് നിരൂപണത്തിന് ദേശീയ അവാർഡ് വാങ്ങിയ മലയാളത്തിലെ സിനിമാ നിരൂപകരിൽ 1ാം നിരക്കാരനായ വിജയകൃഷ്ണൻ. സുനിലുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്ന് മുരളിയേട്ടൻ്റെ എഡിറ്റിംഗ് റൂമിൽ നിന്ന് സംസാരിച്ചു. ആ ബന്ധം ഞാനും സുനിലുമായിട്ടുള്ള നല്ലൊരു സൗഹൃദത്തിലേക്ക് വളർന്നു. സുനിൽ തിരുവനന്തപുരത്ത് സുനിലും ഭാര്യയും 2 ആൺമക്കൾ, ഒരു വാടക വീട്ടിലെ താമസം. 2000 രൂപയ്ക്കോ 2500 രൂപയോ ശമ്പളമുള്ള സെൻട്രൽ പിക്ചേഴ്സിൻ്റെ മാർക്കറ്റിംഗ് വിങ്ങിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു സുനിൽ. പിന്നെ കാണുമ്പോൾ ഈ എഡിറ്റിംഗ് എല്ലാം ചുരുട്ടിക്കെട്ടി എഡിറ്റിംഗൊക്കെ അവസാനിപ്പിച്ചു. ഒരിടത്ത് ഉറച്ചു നിൽക്കില്ല സുനിൽ. പിന്നെ ഞാൻ കാണുമ്പോൾ സുനിൽ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ മാർക്കറ്റിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണ്. ഭാര്യ തിരുവനന്തപുരത്തെ ഒരു സ്റ്റുഡിയോയുടെ ഈ ക്യാമറയിൽ നമ്മൾ സീരിയലിനൊക്കെ ഉപയോഗിക്കുന്ന കാസറ്റുകൾ വിൽക്കുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. ആ ഏജൻസിയിലെ സ്റ്റാഫാണ് ഭാര്യ. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ സുനിലും ഭാര്യയും 2 ആൺമക്കളുമായി നന്നായിട്ട് ജീവിച്ചു. ഇതിനിടയിലാണ് സുനിലിൻ്റെ ഭാര്യയ്ക്ക് നട്ടലിൻ്റെ എന്തോ ഒരു പ്രോബ്ലം വരികയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ അഡ്മിറ്റാവുന്നു ഒരു പേവാർഡിൽ. അടുത്ത പേവാർഡിൽ എൻ്റെ ഭാര്യ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ഉണ്ടായിരുന്നു. ആ 60 ദിവസക്കാലത്തെ അവിടുത്തെ സഹവാസം, സുനിലിൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുമായിട്ട് നല്ല ആത്മബന്ധമുണ്ടായി. ഞാനും സുനിലുമായിട്ട് കൂടുതലെടുത്തു. അങ്ങനെ നല്ല സൗഹൃദത്തിലായിരുന്നു ഞാനും സുനിലും. അങ്ങനെ ഇരിക്കെ ഒരു സുനിൽ ഈ സെൻട്രൽ പിക്ചേഴ്സിലെ പണി വിട്ടു. പിന്നെ അറിയുന്നത് സ്വന്തമായി ഒരു അഡ്വർടൈസിങ് ഏജൻസി തുടങ്ങി, പരസ്യ സ്ഥാപനം പൂജപ്പുരയിൽ. ആ സ്ഥാപനം ശ്രദ്ധേയമായി തുടങ്ങി പതിയെ. കാരണം സെൻട്രൽ പിക്ചേഴ്സിൽ നിന്ന് എല്ലാം പഠിച്ച ആളാണല്ലോ. അങ്ങനെ പതിയെ വളർന്നു വരുന്ന സുനിൽ, ഞാനൊരു തവണ ഏതോ ഒരു വർക്കിന് വേണ്ടി മദ്രാസിൽ പോകാനായിട്ട് മദ്രാസ് മെയിലിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ മദ്രാസ് വരെ ഇനി 10-18 മണിക്കൂർ ഈ ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ബ്രീഫ് കേസും തൂക്കി സുനിൽ നടന്നു വരുന്നു സ്റ്റേഷനിലേക്ക്. സുനിലിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ആശ്വാസമായി. കാരണം ഒരു ചങ്ങാതി കിട്ടിയല്ലോ വർത്തമാനം പറഞ്ഞിരിക്കാൻ. ഞാൻ ജനാലയിലൂടെ കൈയിട്ട് സുനിലിനെ വിളിച്ചു. സുനിൽ എൻ്റെ അടുത്തേക്ക് വന്നു. എവിടെ പോകുന്നു ദിനേശ് എന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവന് കയറി വാ സുനിൽ, എവിടെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സുനിൽ പറഞ്ഞു, ഞാൻ ഇതിലല്ല ദിനേശ്, ഞാൻ AC കോച്ചിലാണ്. നമസ്കാരം പറഞ്ഞ് പിരിഞ്ഞു. ആ AC കോച്ചില എന്നുള്ള വരി എൻ്റെ മനസ്സിലൊരു മാർക്കായി തെളിഞ്ഞു. സുനിൽ എന്ന ചങ്ങാതി എന്നെക്കാൾ ഒരു പടി മുകളിലേക്ക് വളർന്നു എന്ന് എനിക്ക് ഞാൻ AC കോച്ചില എന്നുള്ള സെൻറ്റൻസ് എന്നെ ഓർമ്മിപ്പിച്ചു. എന്തോ അവിടെ മുതൽ ഞാനും സുനിലുമായിട്ട് ആ മുമ്പുണ്ടായിരുന്ന ഒരു ആത്മബന്ധം പതിയെ മാഞ്ഞു. പിന്നെ ഞാൻ കാണുമ്പോൾ യാദൃശ്യമായിട്ട് ഒരു ദിവസം കാണുമ്പോൾ സുനിലുമായിട്ട് സംസാരിക്കുമ്പോൾ സുനിലിൻ്റെ പരസ്യ സ്ഥാപനം വലിയ പ്രശസ്തമായി വളർന്ന ഒരവസരത്തിൽ സുനിലിനെ കാണുമ്പോൾ സുനിൽ പറയുന്നു, എന്ത് ചെയ്യാൻ ദിനേശേ, ജീവിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, ഉറക്കമില്ല,
എൻ്റെ വീട്ടിൽ ഇന്നലെ ഇൻകം ടാക്സ് കയറി 56 ലക്ഷം രൂപ എടുത്തുകൊണ്ട് കണക്കിപ്പെടാത്ത. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളൊന്ന് കാന്തി. കാരണം എനിക്ക് ഇമേജ് ചെയ്യാൻ പറ്റാത്തൊരു തുകയാണ് 56 ലക്ഷം. പക്ഷേ കപ്പലണ്ടി വാങ്ങാൻ 10 രൂപ കൊടുക്കും പോലെ സുല്ല് പറയുന്നു 56 ലക്ഷം രൂപ ഇന്നലെ ഇൻകം ടാക്സ് കയറി വന്നെടുത്തോണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2000 രൂപ വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു കൊച്ചു വീട്ടിൽ 2500 രൂപ എന്തോ ശമ്പളത്തിൽ ജീവിച്ചിരുന്ന സുനിൽ 56 ലക്ഷം രൂപ ഇൻകം ടാക്സ് എടുത്തുകൊണ്ട് പോയെന്ന് വളരെ അലക്ഷ്യമായി കെയർലെസ് ആയിട്ട് പറഞ്ഞു. 56 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി. ഞാനിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കണ്ടുണ്ട്. ഞങ്ങൾക്ക് സുനിലിന് 56 ലക്ഷം രൂപ എടുത്തുകൊണ്ടെങ്കിൽ വിഷമമൊന്നുമില്ല. എന്ത് വിഷമത്തിന് വെച്ചാൽ അത് സർക്കാരിൻ്റെ പൈസ നമ്മളടയ്ക്കാതെ നമ്മുടെ കയ്യിൽ വെച്ചിരുന്നു, അത് അവരെടുത്തുകൊണ്ട് പോയി. അത്ര തന്നെ. ഇവിടെ മുതൽ സുനിൽ പടിപടിയായിട്ട് വളരുകയായിരുന്നു. സുനിൽ വളർന്ന് ജഗതിയിൽ ഒരു വലിയ ആഡംബര വീട് വെച്ചു, വലിയ വീട്. പക്ഷേ ആ വീടിൻ്റെ പാല് കാച്ചിനെ ഒന്നിനും എന്നെയൊന്നും വിളിച്ചില്ല. കാരണം അപ്പോഴേക്കും സുനിൽ തിരുവനന്തപുരത്തെ പണച്ചാക്കുകളിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. മുരളിയണ്ണൻ്റെ അവിടെ കണ്ട എഡിറ്ററുടെ അസിസ്റ്റൻ്റായിരുന്ന സുനിലല്ല, സുനിലൊരു പണച്ചാക്കിൻ്റെ ആൾ ആയി മാറി. വലിയ സമ്പന്നന്മാരുടെ കമ്പനിയായി. സുനിലിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ വീടിനകത്ത് 2 കാർ എന്തോ ഇടാൻ പറ്റുള്ളൂ, ബാക്കി 2-3 കാറ് പുറത്ത് കവറിട്ട് മൂടിയിട്ടേക്കും. അങ്ങനെ 5 കാറ് 6 കാറൊക്കെയാണ് സുനിലിന്. ഒരിക്കൽ ഇതുപോലെ സംസാരിക്കുമ്പോൾ സുനിലിൻ്റെ പറഞ്ഞാൽ അത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി നമ്മൾ ഈ കാറുകൾ വാങ്ങിയിട്ട് ലോണിലങ്ങ് എടുക്കും. അപ്പോൾ അത്രയും ലൈബിലിറ്റി നമുക്ക് ടാക്സിൽ കുറയ്ക്കല്ലേ. നമുക്ക് ഇതൊന്നും അറിഞ്ഞല്ലോ ഇൻകം ടാക്സിൽ എന്തൊക്കെ കളി എങ്ങനെയൊക്കെ കളിക്കാമെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു മനുഷ്യന് ഒരു കാർ, ഭാര്യയ്ക്കൊരു കാറായാലും 2 മതി. ഇനി 2 കൊച്ചു കുട്ടികളാണ്, ആൺകുട്ടികൾ. അവർക്ക് സ്കൂളിൽ പോകാനായിട്ടൊരു കൊച്ചു കാർ വാങ്ങിച്ചാലും 3 മതി. ഇത് വലിയ വില കൂടിയ 5 കാറൊക്കെ കിടക്കുന്നു. സുനിൽ പടിപ്പടിയായിട്ടങ്ങ് കോടീശ്വരനായി മാറി, കോടികളുടെ ബിസിനസ് കാരനായി മാറി സുനിൽ. ഞാനിവിടെ ഇന്നിപ്പോൾ സുനിലിനെ പറ്റി സംസാരിക്കുന്നത് ഈ നേരത്തെ കണ്ട കാന്തള്ളൂർ സ്വാമിയുടെ കരച്ചിലിനെ പറ്റി പറയാനല്ല. സുനിലൊരു സിനിമാക്കാരനും കൂടിയായി പെട്ടെന്ന്. സുനിലിന് ഒരു വലിയ കോളേജ് വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ സരസ്വതി ദേവിയുടെ കടാക്ഷം ആവോളം കിട്ടിയ ഒരു പ്രതിഭയായിരുന്നു സുനിൽ. സുനിൽ ഈ മാന്ത്രിക കഥകൾ, അപസർപ്പക കഥകൾ ഒക്കെ എഴുതാൻ, ക്രൈം കഥകളൊക്കെ എഴുതാൻ വളരെ മിടുക്കനായ മനുഷ്യനായി മാറി. ഈ ബിസിനസ്സിനിടയിൽ തന്നെ അയാൾ ഇവിടുത്തെ പ്രശസ്തമായ വാരികളിലൊക്കെ മാന്ത്രിക നോവലുകൾ എഴുതുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റുമാനൂർ ശിവകുമാറിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ മാന്ത്രിക നോവലുകൾ എഴുതിയ എഴുത്തുകാരൻ സുനിലാണ്. സുനിൽ മാന്ത്രിക നോവലുകൾ എഴുതുന്നു, കന്നഡയിൽ സിനിമ ചെയ്യുന്നു. സുനിലമ്മ വളരുകയാണ് ഒരു പ്രസ്ഥാനമായിട്ട്. അങ്ങനെ പോയി ഒരു നാൾ അറിയുന്നു, സന്തോഷ് ശിവൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടം അനന്തഭദ്രം, സുനിൽ പരമേശ്വരനാണ് സ്ക്രിപ്റ്റ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ SP സുനിലാണ് സുനിൽ പരമേശ്വരനായി മാറിയത്. പിന്നെ സുനിൽ എഴുതുന്നതെല്ലാം സുനിൽ പരമേശ്വരൻ എന്ന് പറഞ്ഞ പേജ് നമ്പർ 86 എന്തോ പറഞ്ഞൊരു നാടകം എഴുതി. അത് വലിയ അവാർഡുകളും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയ നാടകമായിരുന്നു. എന്തിനു പറയുന്നു, സുനിലൊരു പേപ്പറിൽ എന്തെഴുതിയാലും അത് ഹിറ്റാവും. ആ അവസ്ഥയിലെത്തുകയും അനന്തഭദ്രം വലിയ വിജയമായി മാറി. ദിഗംബരൻ്റെ കഥ പറഞ്ഞ അനന്തഭദ്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. സന്തോഷ് ശിവൻ്റെ മാന്ത്രികമായ ലൈറ്റപ്പിലൂടെ, മനോജ് കെ ജയൻ അടക്കമുള്ളവർക്കുണ്ടാക്കിയ മേക്കപ്പിലൂടെ, സുനിൽ പരമേശ്വരൻ എഴുതിയ സ്ക്രിപ്റ്റിലൂടെ അനന്തഭദ്രം ഒരു വലിയ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഭാർഗവി നിലയത്തിന് ശേഷം ഒരു പ്രത്യേക തലത്തിൽ പ്രേക്ഷകരെ എത്തിക്കുന്ന ഒരു സിനിമയായി മാറി അനന്തഭദ്രം. അങ്ങനെ അടിവെച്ച് സുനിലങ്ങ് ഒരു പ്രസ്ഥാനമായി തിരുവനന്തപുരത്ത് വളരുന്നു. അതിനനുസരിച്ച് സുനിലിൽ നിന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പഴയ സൗഹൃദങ്ങളെല്ലാം അകന്നുപോയി. സുനിൽ വളരട്ടെ, നമുക്കോ കഴിയുന്നില്ല, അയാളെങ്കിലും വളരണ്ടേ. അങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോകുലം ഗോപാലിന് ഗോകുലം ശ്രീ എന്നൊരു പ്രസിദ്ധീകരണമുണ്ട്. ഞാൻ എവിടെയോ യാത്രയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഗോകുലം ഗോപാലിൻ്റെ ഗോകുലം ശ്രീ ഇങ്ങനെ കവർ സ്റ്റോറി നോക്കുമ്പോൾ സുനിൽ പരമേശ്വരൻ്റെ താടിയൊക്കെ വളർത്തിയ ഒരു പടവും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ് സുനിലിൻ്റെ ചിരി. സുനിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടവുമായിട്ട് കവർ സ്റ്റോറി. ഞാൻ ആ ഗോകുലശ്രീ വാങ്ങി നോക്കുമ്പോഴാണ് അറിയുന്നത് ഗോകുലശ്രീയിൽ ആ ലക്കം മുതൽ ഒരു മാന്ത്രിക നോവൽ തുടങ്ങുകയാണ് സുനിൽ പരമേശ്വരൻ്റെ. ഒപ്പം സുനിൽ പരമേശ്വരൻ്റെ ആത്മകഥ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഞാനതെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. സുനിൽ പരമേശ്വരൻ മാന്ത്രിക ദീക്ഷ സ്വീകരിച്ചു, സന്യാസ ദീക്ഷ സ്വീകരിച്ചു. എനിക്കതെന്തോ ഒരു പുതുമ തോന്നി. ഇയാൾ ഇത്രയും ലൗകിക കാര്യങ്ങളുമായി ഇത്രയും കാശും പ്രശസ്തിയും വില കൂടിയ കാറും രമ്യഹർമ്മ്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സുനിൽ പരമേശ്വരൻ എന്തിനാ സന്യാസിയാവണേ? ഞാൻ സുനിലിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. സുനിലിൻ്റെ നമ്പർ കിട്ടുന്നില്ല. ഞാൻ നേരെ സുനിലിൻ്റെ ഭാര്യയെ വിളിച്ചു.
ഭാര്യ ഫോണെടുത്ത് ഞാനിങ്ങനെ സുല്ലെവിടെയുണ്ട് അത് ചേട്ടൻ കോഴിക്കോട്ടാണ്, അല്ല ഇങ്ങനെ ഗോകുലശ്രീയിലൊരു സാധനം കണ്ടു. അപ്പോൾ ഭാര്യ വളരെ അലക്ഷ്യമായി പറയുകയാണ്, ചേട്ടാ അത് ചേട്ടനും മാന്ത്രിക ദീക്ഷ സ്വീകരിക്കാം. അന്ന് പറഞ്ഞ മാന്ത്രിക ദീക്ഷ സ്വീകരിക്കുന്നവർ സന്യാസിമാരൊന്നുമല്ല, അതൊരു സന്യാസി വര്യൻ്റെ കീഴിൽ ശിഷ്യനായി മാന്ത്രിക ദീക്ഷ സ്വീകരിക്കുന്നതേ ഉള്ളൂ, അല്ല അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭാര്യ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ പിന്നെയും സുനിലിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരുന്നു. എന്താ ഈ സുനിലിന് സംഭവിച്ചത്? ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ ഏതോ ഒരു പടത്തിൻ്റെ വർക്കിന് മദ്രാസിൽ പോയിട്ട് തിരിച്ച് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്നിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ സുല്ല് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സുല്ല് ഇവിടെ? അത് ഭാര്യയെ ഒന്ന് ബാംഗ്ലൂർ വരെ പോകാനായിട്ട്, നിങ്ങളിപ്പോൾ വന്ന ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് പോകാൻ കയറ്റി വിടാനായിട്ട് വന്നതാണ്. ഞങ്ങളുടെ എന്ത്? അതൊരു ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനാണ്. ഞങ്ങളുടെ അത് ഭാര്യ ഒറ്റയ്ക്ക് പോയാൽ മതിയോ? ദിനേശ്, അത് നമ്മൾ ബിസിനസ്സൊക്കെ ഡെവലപ്പായി വലിയ സെറ്റപ്പുകളൊക്കെ ആയി വരുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. അവർ പോയി മാർക്കറ്റ് ചെയ്തോളും. അവർ കാര്യങ്ങൾ സംസാരിക്കാനുള്ള മിടുക്കുണ്ട്, എന്നെക്കാളും മിടുക്കുണ്ട് അവർക്ക്. ഞാൻ ഈ എഴുത്തും വായനയും ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ പതുക്കെ ഈ ബിസിനസ്സിൽ നിന്ന് മാറുകയാണ്. എനിക്ക് പറ്റുന്ന അപ്പുറം ഇപ്പോൾ ഞാൻ പതുക്കെ പിൻവലിയാണ്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ചുമതല ഭാര്യയ്ക്കാണ്. അവൻ ആയിക്കോട്ടെ, ശരി കാണാൻ സുല്ല് എന്ന് പറഞ്ഞു. ഞാൻ നടന്ന് റോഡിൽ പോയി ഒരു ആട്ടോ പിടിച്ചാണ് പോകുന്നത്. പക്ഷേ അവിടെ വെച്ചും സുല്ല് എന്നോട് ചോദിച്ചില്ല, ദിനേശ് കിഴക്കേക്കോട്ട് വരെ വേണമെങ്കിൽ എൻ്റെ കാറിൽ പോകാം എന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സുല്ല് നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോയി എന്ന് മനസ്സിലായി. അപ്പോൾ ഈ മാന്ത്രിക ദീക്ഷയുടെ കഥയുടെ കേട്ടപ്പോൾ എനിക്കെല്ലാം കൂടെ കേട്ടപ്പോൾ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഒരു സുപ്രഭാതത്തിൽ സുല്ല് എന്നെ വിളിക്കുന്നു, ദിനേശേ, ഞാൻ നിങ്ങളുടെ പഴയ സുഹൃത്ത് SP സുല്ലാണ്. ഞങ്ങളുടെ എന്ത് സുല്ലേ? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ എന്നിട്ട്? ഞാൻ കാണാം. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സുനിൽ പരമേശ്വരനെ കണ്ടപ്പോഴാണ് അറിയുന്നത്, ഉണ്ടാക്കിയ പൂജ്യത്തിൽ നിന്നും തുടങ്ങി കോടികളുണ്ടാക്കിയ മനുഷ്യൻ, ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ തിരുവനന്തപുരത്ത് കെട്ടിപ്പടുത്ത മനുഷ്യൻ, അനന്തഭദ്രം പോലുള്ള സിനിമകൾക്ക് തിരക്കഥ എഴുതി വിജയിപ്പിച്ച മനുഷ്യൻ, കന്നഡയിൽ എത്രയോ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ എഴുതി, മാന്ത്രിക സിനിമകൾക്ക്, ഒരു 50-ലധികം നോവലുകൾ എഴുതി പല പ്രസിദ്ധീകരണങ്ങളായിട്ട്. അങ്ങനെ പണവും പ്രശസ്തിയും കുമിഞ്ഞു കൂടിയ സുനിൽ പരമേശ്വരൻ എൻ്റെ മുന്നിലിരുന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സുമായി എൻ്റെ കുടുംബ ബന്ധം അവസാനിച്ചു ദിനേശ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങളുടെ എന്തിന്? എന്നിട്ട് ഒരുപാടുണ്ട് പറയാൻ. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. ഞാൻ വേറെയായി, കുട്ടികളും അവളും വേറെയായി. ഒരിക്കലും അത് യോജിപ്പിക്കാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും ഇണങ്ങാത്ത കണ്ണികളായിപ്പോയി ഞങ്ങളുടെ ജീവിതം. ഞാൻ മനസ്സില്ല, അതൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് ഞാൻ പറയും. നമ്മളൊന്നുമില്ലായ്മയിൽ നിന്ന് കോടികളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇന്നലെകൾ മറക്കുന്നിടത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എവിടെയോ വെച്ച് നിങ്ങളുടെ പിടിവിട്ടു പോയി എന്ന് ഞാൻ പറയും. ഇല്ല ദിനേശ്, ഞാൻ പഴയ സുനിൽ തന്നെയാണ്. ഞാൻ നിങ്ങൾ SP സുനിലുമല്ല, സുനിൽ പരമേശ്വരനുമല്ല, നിങ്ങളവിടെ ഒക്കെ കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനും പറഞ്ഞു. ഞങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. കാരണം തിരുവനന്തപുരത്തെ അയാളുടെ പണക്കാരുടെ സൗഹൃദങ്ങൾ കുറയുകയും എന്നെപ്പോലുള്ള പഴയ ആത്മാർത്ഥതയുള്ള സൗഹൃദങ്ങൾ വേണമെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്ത മുഹൂർത്തങ്ങളിലൊക്കെ അയാൾ എന്നെ വിളിക്കും. അങ്ങനെ വിളിക്കുന്നതിനിടയിലാണ് ഒരു ദിവസം സുനിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കഥ സുനിലിനോട് പറയാണ്. സുനിലേ, ഒരു സീരിയലിൻ്റെ പിന്നാമ്പുറ അബദ്ധങ്ങളിൽ 58 ലക്ഷം രൂപയോളം കടം വരികയും ആ കടം 1,18 ലക്ഷം രൂപയായി വളർന്ന് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. എനിക്ക് ഒരു വീട്, ഞാൻ ഇപ്പം മോനൊരു 50 വർഷം ജീവിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ച വീട് ഞാൻ വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. 2.5 കോടി രൂപ പറഞ്ഞ വീട്, 2.5 കോടി രൂപയ്ക്ക് വിൽക്കാനായി പരസ്യം കൊടുത്ത വീട്, 2 കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ കൊടുത്ത് 1,18 ലക്ഷം രൂപ കടം തീർത്തിട്ട് ഒരു കൊച്ചു വീട് വാങ്ങാമായിരുന്നു. പക്ഷേ ശാന്തിവിളയിലായിപ്പോയതുകൊണ്ട് വീട് കാണാൻ വരുന്നവരൊക്കെ ചോദിക്കുന്ന പാപ്പനംകൂടിനപ്പുറമായിരുന്നെങ്കിൽ ഈ വീട് എടുക്കാമായിരുന്നു എന്നാണ്. എന്ത് ചെയ്യും സുനിലേ? ഒരു തരത്തിൽ വിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ വീട് കാണാൻ വരുന്നവർക്കെല്ലാം വീട് ഇഷ്ടപ്പെടുന്നുണ്ട്. 17 സെൻറ്റ് സ്ഥലത്ത് മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വീട്, സ്ഥിരം ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് പില്ലറുകളല്ല, ഭയങ്കര രസകരമായൊരു വീടാണ്. നമ്മുടെ സിനിമ തിയേറ്ററിലെ സ്ക്രീൻ പോലെ ഇങ്ങനെ വളഞ്ഞാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വാസ്തു നോക്കിയൊന്നും ചെയ്ത വീടല്ല. സുല്ലെല്ലാം കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിക്കാൻ ദിനേശ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സുനിൽ വിളിക്കുന്നു. സുനിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ദിനേശേ, ഈ പുതിയ വീട് വെച്ചപ്പോൾ, പഴയ വീടിൻ്റെ കാര്യം വിട്ടേക്കും, പഴയ വീട് പൊളിച്ചിട്ടാണ് പുതിയ വീട് വെച്ചത്. ഈ പുതിയ വീട് വെച്ചപ്പോൾ ആ വീടിൻ്റെ കന്നിമൂല എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് വശം
ഏതെങ്കിലും ആരെയെങ്കിലും അടക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഉണ്ട്. ദിനേശ് ഒരു കാര്യം ചെയ്യും, ഭാര്യയോട് ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കൂ. ഞാൻ സിന്ധുവായിട്ട് സംസാരിച്ചപ്പോഴാണ് അവൾ പറയുന്നത്, എനിക്ക് പ്രിയപ്പെട്ട ഒരു അൾസേഷ്യൻ നായ ഉണ്ടായിരുന്നു, മുത്തു എന്നാണ് പേര്. ആ മുത്തുവിനെ അടക്കിയിടവും കൂടി ഈ പുതിയ വീട്, വലിയ വീട് വെച്ചപ്പോൾ, ഇങ്ങനെ നീളത്തിൽ വീട് വെച്ചപ്പോൾ കന്നിമൂല ഇരിക്കുന്നതിൻ്റെ താഴെയാണ് മുത്തുവിനെ അടക്കിയിരിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ നേരെ സുല്ലിനെ വിളിച്ച് വിവരം പറഞ്ഞു. സുല്ല് പറഞ്ഞു, ദിനേശേ, ആ മുത്തു എന്ന് പറയുന്ന നായ്ക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ ഒട്ടും ഇഷ്ടമല്ല. അതാണ് നിങ്ങൾക്ക് ഈ വീട് വിൽക്കാൻ പറ്റാത്തത്. കാരണം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകരുത് എന്ന് അതിനടങ്ങാത്ത ആഗ്രഹമുണ്ട്. എങ്ങനെ അടക്കിയത് എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരാളെ വിളിച്ചുകൊണ്ട് വന്നു. അയാൾ കുഴിയൊക്കെ വെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെ നോവിക്കരുത്, മനുഷ്യനെ അടക്കുന്ന പോലെ അടക്കണം എന്നൊക്കെ പറഞ്ഞ് തെക്ക് വശത്തേക്ക് തലയൊക്കെ വെച്ച് പൂവൊക്കെ ഇട്ടാണ് അടക്കിയത്. അതാണ് പറ്റിയത്. മുത്തുവിന് നിങ്ങളെ വിട്ടുപോകാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ഇനി ചെയ്യണ്ടേ? അതെനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷിയോട് ചോദിക്കൂ, അയാൾ പറഞ്ഞു തരും വഴി. ഞാൻ ഫോൺ വെച്ചു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളാണ് തിരുവനന്തപുരത്ത് പ്രശസ്തമായ സോമതീരത്തിനടുത്തുള്ള പൂവാറിലെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിഷ്ഠയുള്ള ഇപ്പോൾ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ, ആ ആഴിമല അമ്പലം. അതിൻ്റെ പൂജാരി എന്ന് പറഞ്ഞ ജ്യോതിഷ് കുമാർ എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. ഞാനങ്ങനെ സിന്ധുവുമായിട്ട് ജ്യോതിഷ് കുമാറിനെ പോയി കണ്ടു. അദ്ദേഹം ഇതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിതിന് പ്രതിക്രിയ പറഞ്ഞുതരാൻ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത്. താങ്കളുടെ കാര്യം ചെയ്യും, നാഗർകോവിലിനടുത്ത് അളപ്പംകോട് എന്നൊരു സ്ഥലമുണ്ട്. അളപ്പംകോട്ട് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അവിടെ മനുഷ്യർക്ക് വേണ്ടിയല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള അമ്പലമാണ്. നിങ്ങൾ അവിടെ പോയി അവിടുത്തെ പൂജാരിയെ കാണും. അങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ സിന്ധുവും കൂടി അളപ്പംകോട് എന്നൊരു സ്ഥലത്ത് അന്വേഷിച്ച് പോയി. പാറശാലയ്ക്കപ്പുറത്ത് അമ്പലം കണ്ടുപിടിച്ച് ചെന്ന് പൂജാരിയോട് ഈ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അമ്പലത്തിൻ്റെ ചുറ്റോട് ചുറ്റും മതിലുകളിലെല്ലാം നമ്മൾ ദൈവങ്ങളുടെ വിഗ്രഹമാണ് കാണുന്നതെങ്കിൽ ഈ അളപ്പംകോട് എന്ന് പറഞ്ഞ അമ്പലത്തിലെല്ലാം ആട്, കോഴി, പട്ടി, പശു, എരുമ ഇതിൻ്റെ പ്രതിമകളാണ് മതിലിന് ചുറ്റും. നല്ല രസമുള്ള ഒരു വയലിന് നടുക്ക് നിൽക്കുന്ന വലിയ രസമുള്ളൊരു അമ്പലമാണ്. അവിടെ ചെന്ന് പൂജാരിയോട് കാര്യം പറയുന്നു. പൂജാരി ആദ്യം 3 ഓറും പാൽ വാങ്ങാൻ പറയുന്നു, പിന്നെ കുറച്ച് ചരടുകൾ വാങ്ങാൻ പറയുന്നു. എല്ലാം വാങ്ങിക്കൊടുത്തു. എന്തൊക്കെയോ ചെയ്തിട്ട് അദ്ദേഹം, അന്ന് എനിക്ക് 4 പട്ടികളുണ്ട്, 4 പേർക്കും, അതായത് 4, ഒരു അൾസേഷ്യൻ, ഒരു പൊമേറിയൻ, ഒരു നാടൻ, ഒരു ലാബ്, 4 പേരുണ്ട്. ജോണി, ജൂലി, പാറു, വാവ, 4 പേരുടെയും കഴുത്തി കെട്ടാനായിട്ട് ഓരോ ചരട്, 4 പേരുടെയും കൂട്ടിൽ കെട്ടാനായിട്ട് ഓരോ ചരട്, ഒരു തേങ്ങ ഒരു ചരടി കെട്ടിയിട്ട് ഈ കന്നിമൂലയിലെ വീടിൻ്റെ സൈഡിൽ കെട്ടി തൂക്കാനൊരു തേങ്ങയും കുറച്ച് ചരടും ഒക്കെ തന്ന്, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ഞാനൊരു നിരന്തരമായ നിരീശ്വരവാദിയോ അന്ധവിശ്വാസിയല്ല, പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഈ നാളികേരമൊക്കെ കൊണ്ട് കെട്ടി എൻ്റെ വാവയ്ക്കും ജോണിക്കുമൊക്കെ ഈ ചരടെല്ലാം കെട്ടി 8ാമത്തെ ദിവസം എൻ്റെ വീട് വിൽപ്പനയായി. ഞാൻ അപ്പോൾ തന്നെ സുനിലിനെ വിളിച്ചു പറഞ്ഞു, സുനിലെ വീടിൻ്റെ ബിസിനസ് കഴിഞ്ഞു. അതും സുനിലിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ വട്ടിയൂർക്കാവിൽ താമസിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അമ്മ മരിച്ച് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ഉച്ചയ്ക്ക് സുനിൽ ചുവന്ന ഒരു കാറിൽ വന്നിറങ്ങുന്നു. അപ്പോൾ സുനിലിൻ്റെ വേഷം ഒന്നും, ചുവന്ന ഉടുപ്പ്, ചുവന്ന പട്ട് മുണ്ടൊക്കെ ഉടുത്ത് വരുന്ന ആളാണ്, ഒരു ചുവന്ന ബാഗും ഒക്കെ ആയിട്ട് സുനിൽ കയറി വീട്ടിനകത്തേക്ക് വന്നു. കുടിക്കാൻ എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരിടത്തുനിന്ന് വെള്ളമൊന്നും വാങ്ങി കുടിക്കില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, സിന്ധുവിനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അയാൾ വീടിൻ്റെ 2ാമത്തെ നിലയിൽ നിന്ന് ഇറങ്ങി വരുന്ന പടിക്കെട്ടിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട്, അമ്മ സുഖമാണോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് കിടുങ്ങി, എന്നെക്കാൾ ഇരട്ടി കിടുങ്ങി സിന്ധു. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ, സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞ് സുനിലൊരു ആളിനോട് സംസാരിക്കുന്ന പോലെ മരിച്ചുപോയ എൻ്റെ അമ്മയോട് സംസാരിക്കും. ശരിക്കും പറഞ്ഞാൽ സിന്ധു വേർത്ത് വിറച്ച് ആകെ പേടിയായി. കാരണം കുഞ്ഞു കാര്യങ്ങൾ മതി സിന്ധുവിന് പേടിക്കാൻ. കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ട് സുനിൽ പോയി. സുനിൽ പോയതിൻ്റെ അന്ന് മുതലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിന്ധു വീട്ടിലിരിക്കണം, ഈ പകലായാലും രാത്രിയായാലും ഞാൻ അല്ലെങ്കിൽ എൻ്റെ മകൻ ആരെങ്കിലും ഒരു സെക്യൂരിറ്റി വേണം, അല്ല അവളെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കില്ല ഇതിന് ശേഷം. കാരണം എൻ്റെ അമ്മ വീട്ടിലുണ്ടെന്ന് നമുക്കൊരു തോന്നൽ വന്നു. ഈ സുനിൽ സംസാരിക്കും, ശൂന്യതയിൽ നോക്കി സംസാരിച്ചത് കണ്ടപ്പോൾ. ഒരു ദിവസം ഞാൻ ഇവിടെ പോയിട്ട് വരുമ്പോൾ വീട്ടിൽ മുഴുവൻ ലൈറ്റ് കിടക്കുന്നു, സിന്ധുവിനെ കാണാനില്ല. ഞാനിങ്ങനെ വിളിച്ച് എല്ലാ മുറികളിലും നോക്കിയിട്ട് പുറത്തിറങ്ങി വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഫോൺ ബെല്ല് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ സിന്ധുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തപ്പോൾ കാറിനകത്ത്, എൻ്റെ കാറിനകത്ത് ബെല്ല് കേൾക്കുന്നു. നോക്കുമ്പോൾ കാർ അടച്ചിട്ട് അതിനകത്ത് ഒളിച്ച് കിടക്കുക സിന്ധു പേടിച്ചിട്ട്.
ഞാൻ പറഞ്ഞു, സിന്ധു എടി അമ്മച്ചി വരികയാണെങ്കിൽ, എൻ്റെ അമ്മ വരികയാണെങ്കിൽ കാറിനകത്ത് കിടന്നാലും അറിയും നീ ഇത്ര മന്ദബുദ്ധിയായിപ്പോയില്ലോ എന്നൊക്കെ പറഞ്ഞ് സിന്ധുവിനെ കാറിൽ നിന്നൊക്കെ ഇറക്കി. ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ അവിടുന്ന് വീട് മാറി. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്ന ആളാണ് ഈ സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന, SP സുനിൽ എന്ന് പറയുന്ന ഇന്നത്തെ കാന്തളൂർ സ്വാമി. സുനിൽ തിരുവനന്തപുരം വിട്ടുപോയി കാന്തളൂർ, ഇടുക്കി ജില്ലയിലെ കാന്തളൂർ ചെന്ന് ഒരാശ്രമം തുടങ്ങി. ആ ആശ്രമത്തിൽ അയാൾ മരിച്ചാൽ അയാൾ അടക്കാനുള്ള ശവക്കുഴി വരെ കോൺക്രീറ്റ് ചെയ്ത് പണിത്, അമ്പലത്തിനൊപ്പം തന്നെ ശവക്കുഴിയൊക്കെ പണിതിരിക്കുക. അയാളുടെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ആത്മാവ് ഇവിടെ വിട്ടുപോയാൽ അത് ഈ ശവക്കല്ലറയ്ക്കകത്ത് അടച്ച് ഇന്ന രീതിയിലൊക്കെ ചെയ്ത് നിങ്ങൾ അടയ്ക്കണം, കോൺക്രീറ്റ് ചെയ്യണം. ചെയ്ത് 3 ദിവസം കഴിയാതെ പുറം ലോകത്ത് അറിയിക്കരുത്. കാരണം എൻ്റെ അവസാനം ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയോ മുൻ ഭാര്യയോ എൻ്റെ 2 മക്കളോ വന്ന് എന്നെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളാണ്. വീട്ടിൽ മയിലൊക്കെ പറന്നു വന്ന് വീട്ടിലിറങ്ങുന്ന, അയാൾ താമസിക്കുന്ന ആശ്രമത്തിനകത്തേക്ക് ഇറങ്ങുന്ന ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, വീഡിയോ ഒക്കെ. എന്നെ ഒരുപാട് തവണ വിളിച്ചു കാന്തളൂർ ചെല്ലാൻ. എനിക്കെന്തോ പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം ഈ അന്ധവിശ്വാസവും ഇല്ല, നിരീശ്വരവാദവും അല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ പോകാൻ എനിക്കൊരു പേടിയാണ്. രാത്രി ഇയാൾ ഈ അമ്മ കണ്ട് സംസാരിച്ചതുപോലെ ഇയാൾ ഇനി എന്നെ ഒറ്റയ്ക്ക് കാന്തളൂർ കിട്ടിയാൽ വേറെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പോയില്ല. അങ്ങനെ സുനിൽ ഒരുപാട് എന്താ പറയുക, എൻ്റെ കണ്ണു മുന്നിൽ തന്നെ പൂജ്യത്തിൽ തുടങ്ങിയ എഡിറ്റർ മുരളിയണ്ണൻ്റെ മൂവിയോളയിൽ ഫിലിം ചുറ്റുന്നിടത്തുനിന്നും തുടങ്ങി കോടീശ്വരനായി, സ്ക്രിപ്റ്റ് റൈറ്ററായി, നോവലിസ്റ്റായി, നാടകകൃത്തായി, പിന്നെ എഴുത്തുകാരനായി, അങ്ങനെ വളർന്ന് അവസാനം സന്യാസിയായി മാറിയ സുനിൽ പരമേശ്വരനിൽ വരെ എത്തിയ ആ വളർച്ച മുഴുവൻ, വളർച്ചയും തളർച്ചയും എല്ലാം നേരിൽ കാണാൻ കഴിഞ്ഞ ഒരാളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ വിഷ്വൽ എന്ന് പറയുന്നത്, സുനിൽ ഇല്ലാത്ത സമയം നോക്കി ഇവിടുത്തെ ഏതോ ഒരു യൂട്യൂബ് ചാനലുകാരൻ അയാളെ നോവിക്കാനായി, എൻ്റെ സുനിൽ പറയുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകൻ ഇയാളെ സുനിൽ പരമേശ്വരനെ തകർക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അയാളുടെ അമ്പലത്തിൽ അതിക്രമിച്ച് കയറി ആ വിഗ്രഹത്തിനെയൊക്കെ ഇല്ലാതെയാക്കി അവിടെ മുഴുവൻ ഷൂട്ട് ചെയ്ത് ഇവൻ കള്ളനാണ്, പോക്കരിയാണെന്നൊക്കെ പറഞ്ഞൊരു സ്റ്റോറി ചെയ്തു. ഇതറിഞ്ഞ് കാന്തളൂർ ചെന്ന സുനിൽ പരമേശ്വരൻ എന്ന കാന്തളൂർ സ്വാമി ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ തലയിട്ടടിച്ച് കരയുന്ന, പൊട്ടി കരയുന്ന വിഷ്വലാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അയാൾ ആർക്കും ദ്രോഹമില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ എന്തിനാണ് അയാളുടെ അമ്പലത്തിലൊക്കെ അതിക്രമിച്ച് കയറുന്നത്? എന്തിനാണ് ആ മനുഷ്യൻ്റെ പുറകെ ക്യാമറയും കൊണ്ട് നടക്കുന്നത്? എന്തിനാണ് അയാളെ ദ്രോഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, പത്രപ്രവർത്തകർക്കൊന്നും ഇതൊന്നും അല്ല പണി സുനിലേ, നിനക്ക് തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാണ്. ഞാൻ അയാളെ ഒരിക്കലും കാന്തളൂർ സ്വാമിയെന്നോ സുനിൽ പരമേശ്വരനെന്നോ വിളിക്കില്ല. ഞാൻ സുനിലെന്നേ ഇപ്പോഴും വിളിക്കും. അയാൾ ഈ അടുത്ത കാലത്ത് 14 പുസ്തകങ്ങൾ, അയാളുടെ 14 നോവലുകൾ, മാന്ത്രിക നോവലുകൾ ഒന്നിച്ച് റിലീസ് ചെയ്തു. അവിടെ ഞാൻ ഒരു പ്രാസംഗികനായി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയൊക്കെ ആയിരുന്ന, പൊതു വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറാണ് KV മോഹൻകുമാർ IAS, ആനന്ദ ബോസ് IAS, ഇങ്ങനെ IASകാരൊക്കെയാണ് അവിടെ സുനിൽ പരമേശ്വരൻ്റെ ഈ പുസ്തക റിലീസിന് സംസാരിക്കാൻ. അതിലൊരു പ്രാസംഗികനാണ് ഞാൻ. ഈ IASകാർ പോലും കാന്തളൂർ സ്വാമി എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്ത് ബഹുമാനത്തോടെ പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ SP സുനിലൊന്നും വിളിക്കില്ല, ഞാൻ സുനിലെന്നേ വിളിക്കുകയുള്ളൂ, സുനിൽ പരമേശ്വരനൊന്നും ഞാൻ വിളിക്കില്ല, എനിക്ക് SP സുനിലിനെ അറിയാവൂ. സുനിൽ ലൈംഗിക ജീവിതം വിട്ടുമാറാത്ത, ആത്മീയ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയാത്തൊരു ഹതഭാഗ്യനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രസംഗിച്ചു. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. പോരാൻ നേരം എനിക്ക് 14 പുസ്തകങ്ങളിട്ട ഒരു ബിഗ് ഷോപ്പർ സമ്മാനമായിട്ടൊക്കെ തന്നു. അങ്ങനെയുള്ള സുനിലിൻ്റെ, അയാൾ സ്വകാര്യമായി സൂക്ഷിക്കുന്ന ഒരു അമ്പലത്തിൽ, ആർക്കും ദ്രോഹമില്ലാതെ ജീവിക്കുന്ന ഒരു അമ്പലത്തിൽ അതിക്രമിച്ച് കടന്ന് ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞതിൻ്റെ പേരിലാണെന്ന് പറയുന്നു, വേറൊരു ചാനലുകാർ ചെന്ന് ആ വിഗ്രഹത്തിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട്, സുനിലിനെ അധിക്ഷേപിച്ചുകൊണ്ട്, ഒരുപാട് അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി ചെയ്യുക. അത് കണ്ടിട്ട് സുനിലെന്ന് പറഞ്ഞ മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെട്ട സുനിൽ, കോടികൾ ഉണ്ടാക്കിയത് നഷ്ടപ്പെട്ടു, കുടുംബജീവിതം നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട സുനിൽ ആ അമ്പലത്തിൽ ചെന്ന് വിഗ്രഹത്തിനെ തലതല്ലി വേദനിപ്പിച്ച് കരയുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അയാൾ അതിനുശേഷം ഷിബു ഗംഗാധരന് വേണ്ടി രുദ്രസിംഹാസനം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, സുരേഷ് ഗോപിയെ നായകനാക്കിക്കൊണ്ട്. ഇപ്പോൾ അയാൾ ആർക്കൊക്കെയോ വേണ്ടി, എനിക്ക് തോന്നുന്നു ജോഷി സാറിന് വേണ്ടി പോലും ഏതോ സബ്ജക്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അനന്തഭദ്രത്തിൻ്റെ വേറൊരു വേർഷൻ എന്തോ ചെയ്യാൻ പോകുന്നു. അങ്ങനെ എന്തൊക്കെയോ തിരക്കഥ എഴുത്ത്, നോവലെഴുത്തും ഒക്കെ ആയിട്ട് ഈ കാഷായ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ മാന്ത്രിക നോവലുകളും മാന്ത്രിക തിരക്കഥകളും ഒക്കെ എഴുതുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. കാരണം സകലതും ത്യജിച്ചവനാണല്ലോ സന്യാസി, അയാൾക്കെല്ലാം ത്യജിക്കാൻ കഴിയുന്നില്ല, ലൗകിക ജീവിതം അയാൾക്ക് വെടിയാൻ കഴിയുന്നില്ല. അങ്ങനെ കഴിയുന്ന സുനിൽ പരമേശ്വരൻ ഈ വിഗ്രഹത്തിൻ്റെ മുന്നിൽ തലതല്ലി കരയുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എൻ്റെ പഴയ ചങ്ങാതിയായ SP സുനിലെ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു പഴയ പ്രതാപങ്ങളെല്ലാം തിരിച്ചു പിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ആ കഴിവുകൾ പൊടിതട്ടിയെടുത്ത് വീണ്ടും നിങ്ങൾ എഴുത്തിൻ്റെ ലോകത്ത്
വീണ്ടും വിരാജിക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ കഥ ഇപ്പോൾ ചെയ്തത്. നിങ്ങൾ ഈ സന്യാസ ജീവിതം എനിക്ക് തോന്നില്ല നിങ്ങൾക്കൊണ്ട് കഴിയുമെന്ന്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പഴയ കാലങ്ങളും വർത്തമാനകാലവും എല്ലാം കൂടെ കെട്ടുപിണഞ്ഞ എന്താ പറയുക ലൗകിക ജീവിതമാണ് നിങ്ങളുടെ മനസ്സ് നിറയെ ഉള്ളത്. നിങ്ങൾക്കൊരു സന്യാസിയാവാൻ കഴിയില്ല. പകരം നിങ്ങളൊരു നല്ല നോവലിസ്റ്റായി, നല്ലൊരു നാടകകൃത്തായി, നല്ലൊരു എഴുത്തുകാരനായി, നല്ലൊരു തിരക്കഥാകൃത്തായി ഇനിയും ഒരുപാട് ശോഭിച്ച് പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും നിങ്ങൾ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വാക്കുകൾ, ഏതെങ്കിലും വരികൾ സുനിലിനെ വേദനിപ്പിക്കുന്നതായി തോന്നുന്നുവെങ്കിൽ അതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. സുനിൽ എന്ന് പറയുന്ന SP സുനിൽ എന്ന് പറഞ്ഞ മുരളിയണ്ണൻ്റെ മൂവിയോളയിലെ ഫിലിം റോൾ കറക്കിക്കൊണ്ടിരുന്ന കാലത്ത് പരിചയപ്പെട്ട, ഞാൻ ബഹുമാനത്തോടെ കാണുന്ന വിജയകൃഷ്ണൻ എന്ന് പറയുന്ന കേരളം ഇന്ത്യക്ക് സമ്മാനിച്ച പ്രശസ്തനായ നിരൂപകൻ്റെ അളിയൻ എന്നുള്ള നിലയ്ക്ക്, ഒരു നല്ല മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സുനിലിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.